അപ്പ നമ്മള് എന്തുവാ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ട് മടങ്ങാൻ പോവുകയാണ്, വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പു ഒരു ഹായ് പറഞ്ഞേ. ഹായ്, താങ്ക് യു. അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആദ്യമായിട്ടാണ് അമ്മയും പപ്പയും ഹായ് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ബോർഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ബോർഡാണത്. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ ചെറിയ പിണക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോകാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഷോപ്പിംഗ് ബ്ലോഗ് ഇടുന്നത്. നമ്മുടെ പള്ളിയാണ് ഇട്ടത്. സൂമിങ് കുറയ്ക്കാം. പള്ളിയാണിത്, കുരിശടിയാണത്. ഇപ്പം നമ്മളിതാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പുറം ഇറങ്ങാം, അവിടെ ഉള്ള മാലയ സ്ലൈഡൊക്കെ ഇടാം. അമ്മ എനിക്കൊരു ഫോൺ അടിച്ച് തരണം. മറ്റേ ഹഴുതനാണ് കിട്ടാൻ ഇങ്ങനെ ചെവിയുള്ളൂ, അതിവിടെ കാണും. അത് നോക്കിയിട്ട് അത് ഒരെണ്ണം വാങ്ങിക്കണം. അവിടെ എന്താ അങ്ങനത്തെ അല്ലേ ഇത് ഇങ്ങനെ ഇടുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ അമ്മക്ക് എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടോ നോക്കാം. അതുകൊണ്ട് ഈത്തപ്പഴവും ഹലുവയും ഒക്കെ ഉണ്ട്. എന്തോന്നു ഹലുവയാ? ഹലുവ വേണ്ട. അതോ പ്ലീസ് ഒരു 2 റോസ്. അപ്പുറം ഇറങ്ങാം. ഒരു സെറ്റ് 100 രൂപ. വേണ്ട വേണ്ട, അല്ല വാടാ, ഇങ്ങോട്ട് വാടാ. ഹലോ, ഇപ്പൊ നമ്മള് ഇപ്പൊ അതിലെ കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറയുന്നത്. നമ്മള് കരിമ്പും ജ്യൂസ് നോക്കുകയാണ്. കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണത്. അപ്പൊ എനിക്ക് വേണ്ട, ഇവന് മാത്രം മേടിച്ചാൽ. അപ്പൊ ഇവന് മാത്രം എനിക്ക് വേണ്ട, ഞാൻ കുടിക്കുന്നില്ല. അവന് മേടിച്ചോളൂ, ഞാൻ കുടിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല കരിമ്പ് ജ്യൂസ്. എനിക്ക് കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ല. അതാണ്ട് ഇതാണ്. എനിക്കിഷ്ടമല്ല ഇഞ്ചിയൊക്കെ ചേർത്തുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ആദ്യം മാത്രം മേടിക്കുക. എനിക്കിത് ഇഷ്ടമൊന്നുമല്ല കരിമ്പിൻ ജ്യൂസ്. കരിമ്പ് ഇങ്ങനെ കരിമ്പ് കൊണ്ട് ആ മെഷീനിൽ ഇട്ട് ഇങ്ങനെ ചെയ്യാണ്.